രാഷ്ട്രപതിക്കെതിരെ പിണറായി സർക്കാർ ബില്ലുകളിൽ തീരുമാനം വൈകുന്ന കേസിൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷി ചേർത്തോ? ഗവർണറും കേസിൽ കക്ഷിയാണ്. ഇവരുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, രാഷ്ട്രപതിക്കെതിരെയാണ് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ബില്ലുകളിൽ തീരുമാനം വൈകുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സാധാരണമല്ലാത്തൊരു നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള റിട്ട് ഹർജിയിലാണ് രാഷ്ട്രപതിയുടെ ഓഫീസിനെ കൂടി കക്ഷി ചേർത്തിട്ടുള്ളത്. നിലവിൽ ഈ ബില്ലുകൾ പാസ്സാക്കാത്തതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൽ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ ഗവർണർ കക്ഷിയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതിയെ കൂടി കക്ഷി ചേർത്തുകൊണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ ഓഫീസിനെ കൂടി കക്ഷി ചേർത്തുകൊണ്ടൊരു അതിസാധാരണമായ നടപടിയും കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെയും സുപ്രീം കോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ അതിലൊരു ഉത്തരവിന്റെ പ്രകാരം 7 ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചിരുന്നു. അതിൽ ഒരു ബില്ല്, ലോകായുക്ത ബില്ലിന് അനുമതി നൽകുകയും 3 ബില്ലുകൾ രാഷ്ട്രപതി തിരിച്ചയക്കുകയും ചെയ്തു. മറ്റു 3 ബില്ലുകൾ കൂടി രാഷ്ട്രപതിയുടെ പരിഗണനയിൽ തുടരുകയാണ്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നത് വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും ഒപ്പം MLA TP രാമകൃഷ്ണനും ഹർജിക്കാരായിക്കൊണ്ടുള്ളൊരു റിട്ട് ഹർജി സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഭരണഘടനാ പദവിയിലെ സ്ഥാനത്തെ ഓഫീസിനെയാണ് കക്ഷി ചേർത്തുകൊണ്ട് ഇപ്പോൾ പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകിയിട്ടുള്ളത്. അത് എങ്ങനെയായിരിക്കും സുപ്രീം കോടതി പരിഗണിക്കുക, ആ വിഷയത്തിൽ ഏത് രീതിയിലുള്ള നിരീക്ഷണം, അല്ലെങ്കിൽ അതെങ്ങനെ പരിഗണിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. ഏതായാലും ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ ഓഫീസിനെ, രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കക്ഷി ചേർത്തുകൊണ്ട് പിണറായി സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. ഈ കേസിൽ സംസ്ഥാനത്തെ ഗവർണറും ആരിഫ് മുഹമ്മദ് ഖാനും കക്ഷിയാണ്. നേരത്തെ ഗവർണറെ മാത്രം കക്ഷി ചേർത്തുകൊണ്ട് ആദ്യം സുപ്രീം കോടതിയിൽ കേരള സർക്കാർ ഹർജി ഫയൽ ചെയ്തിരുന്നു. അതിന്റെ വാദം കേൾക്കുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ ആലോചിച്ച് തീരുമാനമെടുക്കണം, അതിൽ കോടതി മുറിക്കുള്ളിലേക്ക് വരെ ഈ വിഷയം എത്തിക്കേണ്ടതില്ല എന്നുള്ളൊരു താക്കീത് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നൽകിയിരുന്നു. അതിനുശേഷം 7 ബില്ലുകളായിരുന്നു ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടത്. ഇതിൽ 3 ബില്ലുകൾ ഇപ്പോഴും രാഷ്ട്രപതിയുടെ പരിഗണനയിൽ തുടരുകയാണ്. അതിൽ തീരുമാനം വൈകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുള്ള റിട്ട് ഹർജിയാണ് ഇപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.